ഹലോ, നമുക്കൊന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കിയാലോ. ഇത് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയിക്കും, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ പുറത്തുള്ള തോട് കളഞ്ഞാൽ മതി. പക്ഷെ ഇതിനകത്തുള്ള ആ ഒരു മഞ്ഞ കളർ കണ്ടോ, അതും കളയണം കേട്ടോ. പിന്നെ സാധാരണ നമ്മളിത് മേടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് തരും അവർ. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ അതിനകത്തുള്ള മഞ്ഞ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് ഒടിച്ചെടുക്കണം. ആ വലുത് മാത്രം, ചെറുത് ഒടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇതിനെ എല്ലാതും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൂ ക്ലീൻ ചെയ്യാൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് നല്ല ഞണ്ട് കറി റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. ഇതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അങ്ങനെ നന്നായി മൂത്ത ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മളടുത്ത് സവാള ചേർത്ത് കൊടുക്കണം. സവാള ഒരു 1.5 സവാള വളരെ കനം കുറച്ചരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു മധുരം വരും. അതുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു 2 സവാളയ്ക്ക് ചേർത്താൽ മതി. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സവാള കുറച്ച് നല്ലതാണ്. കറിയാകുമ്പോൾ അത്ര ആവശ്യമില്ല. സാധാരണ നമ്മൾ ഞണ്ട് റോസ്റ്റാണ് വെക്കാറ്, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പിന്നെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കുറച്ച് സമയം എടുക്കുന്നത്. പക്ഷേ നന്നായി ഉള്ളി വഴറ്റിയാൽ മാത്രമേ നമ്മളുടെ ഏത് കറിയുടെയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ളി ഏകദേശം നന്നായി വഴറ്റിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയമാവുന്ന സമയത്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് വെക്കുന്ന പോലെ തന്നെ ചിക്കന് നമ്മൾ ഫിഷ് വരട്ടിയതൊക്കെ വെക്കുന്ന സെയിം നമ്മുടെ ഉള്ളിൽ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് തുടങ്ങിയ ഐറ്റംസ് ചേർത്തിട്ടുള്ള മസാല തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് പുളി വേണ്ട, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി. വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി ഇത്ര വലുപ്പത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഒരു അധികം സമയം വേണ്ട, 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. തക്കാളി ഒന്ന് വഴറ്റി ശേഷം നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. നന്നായി ഉടഞ്ഞ ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തുകൊണ്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചേർത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് നമ്മുടെ ഗരം മസാല, പിന്നെ ഞാൻ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ്. ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. പക്ഷേ ചേർത്ത് കുറച്ച് സ്മെല്ലുണ്ടാകും. പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും ചേർത്ത് നന്നായിട്ട് ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലകളൊന്നും കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, നമ്മുടെ മസാല അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഞണ്ട് വേവുന്ന അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് കറിയാക്കണ്ട, നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഞണ്ട് വേവേണ്ട വെള്ളം വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്ത് അടച്ചു വെക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് തിള വരട്ടെ. നന്നായി തിളച്ച ശേഷം പിന്നെ നമ്മൾ ഞണ്ടിലേക്ക് കഴുകി വൃത്തിക്ക് നമ്മുടെ ഞണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. നമ്മളിത് തിളച്ച സമയത്ത് തന്നെ ഇടരുത്, തിളച്ച് 1 മിനിറ്റൊക്കെ അവിടെ അങ്ങനെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ഞണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേ നമ്മുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പാകമാവുള്ളൂ. പിന്നെ ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് എത്രയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഞണ്ടിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുത്താൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല, ഉടഞ്ഞു പോവില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇളക്കാൻ നിൽക്കരുത്, പതുക്കെ ചെയ്യണം, കാരണം ഉടഞ്ഞു പോകും. അങ്ങനെ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കും തുറന്ന് നോക്കുക അടിയിൽ ഇതായിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കണ്ടോ, ആ ഞണ്ടിൻ്റെ കാല് ഓറഞ്ച് കളർ. ശരിക്കും ഇതാണ് ഈ കളർ വരുന്ന സമയത്താണ് ഇത് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവുക കേട്ടോ. ഇനി ആ സമയത്ത് തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്യണ്ട, ഒന്ന് റോസ്റ്റ് ചെയ്യണം. കുറച്ചും കൂടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, കുറച്ച് സമയം കൂടി, ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ഇത്രയുള്ളൂ നമ്മുടെ ഞണ്ട് റോസ്റ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്